CPM-ന്റെ ദേശീയ സെക്രട്ടറി MA ബേബി ആദ്യം ട്രംപിനെതിരായിരുന്നു. ട്രംപിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ഇസ്രയേലുമായി ബന്ധപ്പെട്ടാണ്. ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കണം, മറ്റു ബന്ധങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കണമെന്നാണ് MA ബേബിയുടെ ഒരു മുന്നറിയിപ്പ്. ഇത് കേട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഞെട്ടിക്കാണുമല്ലോ. അയ്യോ, ഇനിയിപ്പം നെതന്യാഹുവും ഇസ്രായേലൊക്കെ എന്തോ ചെയ്യുമെന്നുള്ളതാണ്. കാരണം ഇവിടുന്ന് ആയുധമൊക്കെ കൊടുക്കുന്നത് നിർത്തിവെക്കാൻ MA ബേബി പറഞ്ഞിരിക്കുകയാണ്. രാജ്നാഥ് സിംഗ് അത് കേട്ട് അടിയൻ എന്ന് പറഞ്ഞ് തല കുനിക്കുകയും ചെയ്തു. ഇനിയിപ്പം മിക്കവാറും ഹമാസ് വീണ്ടും കയറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നിരായുധരായിട്ട് ഇസ്രായേൽ മാറാൻ പോവുകയാണ്. അപ്പോൾ MA ബേബിക്കും സ്വരാജിനും ഒക്കെ വലിയ സന്തോഷമാകും. ഇത് ഇതിനകത്ത് ഇത് മോദിയുടെ വിജയം എന്ന് പറഞ്ഞാൽ ഇത് ഒരു സമയം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പതുക്കെയായാലും നടപ്പിലാക്കിയാൽ മതി. മോദിക്കും ആ പറഞ്ഞതിനകത്ത് മോദിക്കും കൂടെ ഒരു വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്തായാലും ഇതിനകത്ത് ഉളുപ്പെന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, സമ്മതിക്കണം. ഈ രാജ്യത്ത് 1.47% വോട്ട് മാത്രം നേടിയിട്ടുള്ളൂ. ആ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത് ആരെന്നറിയാമോ എന്നൊക്കെ മുദ്രാവാക്യം ഉണ്ടല്ലോ. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് MA ബേബി ഇങ്ങനെ പറയുന്നത്. ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു, ആ കാലമൊക്കെ പോയത് MA ബേബി ഇപ്പോഴും അറിയുന്നില്ല. ഈ കുളിച്ചില്ലെങ്കിലും പിന്നെ കോണവും പുരപ്പുറത്ത് കിടക്കണമെന്നൊരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ MA ബേബി. ഇപ്പോഴും ഇത്ര വോട്ട് ശതമാനമൊക്കെ ഉള്ളെങ്കിലും നമ്മുടെ ആ വീരവാദത്തിനും ഗീർവാണം വിടുന്നതിനും ഒന്നിനും ഒരു കുറവും വേണം. ട്രംപുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ പോളിറ്റ് ബ്യൂറോ യോഗം കൂടുകയാണ്, അല്ലെ, ട്രംപിന്റെ ഏകാധിപത്യം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും മസ്കോ ഒക്കെ ആയിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് എനിക്ക് സംശയമുണ്ട്. MA ബേബി ലോകം മുഴുവൻ വിറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വരുന്ന ആഴ്ചയിൽ ഒരു സംഘവുമായിട്ട് ശ്രീനഗറിലേക്ക് പോവുകയാണ്, ജമ്മുവിലേക്ക് പോവുകയാണ്. അവിടെ ഈ പഹൽഗാം ആക്രമണം നടന്ന സ്ഥലത്തേക്കൊക്കെ AA റഹീമുണ്ട്, അങ്ങനെ കുറേ പേരും ഒക്കെ ആയിട്ട് പോകുന്നത് നോക്കണേ. എന്നിട്ട് MA ബേബി പറയുകയാണ്, അതായത് ഒരു രാജ്യത്ത് നിന്ന് ഏതോ ഭീകരർ വന്ന് ഇങ്ങോട്ട് ആക്രമണം നടത്തിയതിൻ്റെ പേരിൽ ആ രാജ്യക്കാരെ ശത്രുവായി കാണരുത് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ നമ്മൾ ചേർത്ത് നിർത്തണം എന്നല്ലേ പറഞ്ഞതിൻ്റെ സാരം. ആ പാർട്ടിയുടെ ആളാണല്ലോ ബ്രിട്ടാസും ഈ വിദേശത്തേക്ക് പോയ സംഘത്തിലുള്ള ഒരാളാണ്. എന്നിട്ട് വിദേശങ്ങളിലൊക്കെ പോയി നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിച്ച ആളാണ്. എനിക്ക് തോന്നുന്നു MA ബേബിയേക്കാൾ എത്രയോ രാജ്യസ്നേഹമുള്ള ഒരാളായിരിക്കാം പിന്നെ ഹൈദരാബാദിലെ MP ഒവൈസി, അല്ലേ? അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ ഭീകരതയുടെ ഉറവിടമാണ്. ആ 2 വാക്ക് മതി, എല്ലാം അതിനകത്ത് വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ എത്ര പിന്നെ ഉറക്കത്തിലും ഊണിലും എല്ലാം മോദിക്കെതിരെ സംസാരിക്കുന്ന ആളാണ്. പക്ഷേ വിദേശത്ത് അൾജീരിയയിൽ പോയി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് പാകിസ്ഥാൻ ഭീകരതയുടെ ഉറവിടമാണ്, ഞങ്ങളെടുത്ത നിലപാടാണ് ശരിയെന്നുള്ള രീതിയിൽ പറഞ്ഞു. തരൂരും നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു. അപ്പം നോക്കണേ, ഈ MA ബേബിയും ഇത്തരത്തിലുള്ള ബാലിശമായ വർത്തമാനം പറഞ്ഞു നടക്കുന്നത്. ഇതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഇപ്പോഴും അത് ഈ MA ബേബിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലേക്ക് അടുപ്പിക്കുന്നില്ല. അത് നാം AKG സെന്ററിന്റെ ഉദ്ഘാടന സമയത്ത് തന്നെ കണ്ടിരുന്നു, അങ്ങ് ദൂരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ദേശീയ തലത്തിലെങ്കിലും ഒരു വിവാദ നായകനായി മാറാനുള്ള ഒരു ശ്രമമാണോ ഇതെല്ലാം? ദേശീയ തലത്തിലെല്ലാം പോയിരിക്കുകയല്ലേ. പണ്ടൊക്കെ ദേശീയ തലത്തിൽ ഇപ്പൊ സീതാറാം യെച്ചൂരി ദേശീയ തലത്തിലെ പ്രസക്തി കുറഞ്ഞ സമയത്തും യെച്ചൂരി ആയിരുന്നല്ലോ സെക്രട്ടറി. പക്ഷേ യെച്ചൂരിക്ക് അതിൻ്റേതായ ഒരു മഹത്വവും യെച്ചൂരിയുടെ വാക്കുകൾക്കൊരു വില കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പാർലമെൻറ്റിലൊക്കെ അദ്ദേഹം നല്ല ശോഭിച്ചിട്ടുള്ള ആളല്ലേ, നല്ല പാർലമെൻറ്റേറിയനൊക്കെ ആയിരുന്നു. ഈ ബേബി ചുമ്മാ വലിയൊരു ആനച്ചന്തത്തിൽ ഇങ്ങനെ നടക്കുകയാണെന്നേ. ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ശശി തരൂർ ഇങ്ങനെ തിരുവനന്തപുരത്ത് മണ്ഡലത്തിലൂടെ ഇങ്ങനെ ഒരു കെട്ടി എഴുന്നള്ളിച്ച് ഇങ്ങനെ നടക്കും, ഇല്ല മധ്യ തിരുവിതാംകൂറിലെ എടുപ്പ് കുതിരയെ പോലെ എന്ന് പറഞ്ഞതുപോലെ വേറൊരു എടുപ്പ് കുതിരയാണ് ഈ MA ബേബി. ഈ വരുന്നുടനെ
തിരുവനന്തപുരത്ത് വരുന്നവരുടെ സഹാക്കന്മാരെക്കാൾ കൂടുതലായിട്ട് കുറച്ച് സാംസ്കാരിക നായ്ക്കളുണ്ട്. നായകന്മാരല്ല, നായ്ക്കളെന്ന് വേണേൽ പറയാം. ഈ നായ്ക്കൾ ചുറ്റും കൂടും, എന്തെങ്കിലും എല്ലിൻ കഷ്ണം കിട്ടുമെന്ന് വിചാരിച്ച് അവർ എം.എ. ബേബിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരിയിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നവരിങ്ങനെ മറ്റു കുറേ പേര് സഞ്ചിയും തൂക്കി ഈ ബേബി സഖാവിൻ്റെ പിന്നാലെ പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് വെറും എന്തോ താനാണ് ഇവിടുത്തെ ഈ സാംസ്കാരിക രംഗം മുഴുവൻ ഹോൾസെയിലായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ആള്, ആവശ്യമുള്ളവർക്ക് വേണേൽ തരും എന്നുള്ള രീതിയിലാണ്. വിദ്യാഭ്യാസ രംഗം അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തത് മറ്റു ഒന്നുമില്ല. കാരണം അദ്ദേഹത്തിന് സിനിമയെ കുറിച്ച് അറിയാം, സാഹിത്യത്തിനെ കുറിച്ച് അറിയാം, ഈ സംഗീതത്തെ കുറിച്ച് പറയും. പിന്നെ അതാ ആരാണ് ആള്? ത്യാഗരാജസ്വാമികളെ കുറിച്ചും പിന്നെ വൈദ്യനാഥ ഭാഗവതരെ കുറിച്ചും ഒക്കെ അദ്ദേഹം പ്രഭാഷണം നടത്തും, എന്തിനെക്കുറിച്ചും സംസാരിക്കും. പിന്നെ കോവിഡിനെ തുരത്തി ഓടിച്ച മഹാനാണ്, അത് മനസ്സിലാക്കണം. ആ പ്രസംഗം ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലുള്ളതാണ്. കോവിഡ് എന്ന് പറയുന്നത് ഒന്ന് ഭസ്മമായി പോയി എന്നുള്ളതാണ്. പിന്നെ ഈ കോവിഡ് വാക്സിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, എം.എ. ബേബിയെ കൊണ്ട് നിർത്തി പ്രസംഗിപ്പിച്ചാൽ മതി. അങ്ങനെയുള്ള വെറുതെ അപഹാസ്യനായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ പുല്ലുവിലയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പിണറായിയൊക്കെ ചിരിക്കുകയായിരിക്കും കണ്ടുകൊണ്ട്. ട്രംപിനെതിരെ പറയുന്നു, മോദിക്കെതിരെ പറയുന്നു. ഇപ്പോൾ പാകിസ്ഥാനോട് അങ്ങ് ചേർന്ന് നിൽക്കുക. മിക്കവാറും ഡബിൾ എയർ റഹീം ഒക്കെ കൂടാണ് കാശ്മീരിലേക്ക് പോകുന്നത്. അവിടുന്ന് ചിലപ്പോൾ അപ്പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതയും ഉണ്ടോയെന്നറിയത്തില്ല. ഇങ്ങനെ അവർ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് എങ്ങനെയാണെന്ന്, അങ്ങനെ അവരെ അങ്ങനെ ശത്രുക്കളായി കാണുന്നത് എങ്ങനെ? പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറയും. ഈ ഇവരെ എതിർക്കുമ്പോഴും ഇസ്രായേലിനെ ഒരു കാര്യം മനസ്സിലാക്കാത്ത എന്ത്, ഈ തലയിൽ ആൾതാമസമുള്ള ജൂതന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പലതും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത്. അവരെ പിന്നെ ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള എല്ലാ ശ്രമവും പലരും നടത്തി നോക്കി. ഏറ്റവും അവസാനം വന്ന് ഇറാൻ വരെ ഒരു ശ്രമം നടത്തി. പക്ഷേ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളൊന്നും അതിന് തയ്യാറാകുന്നുമില്ല എന്നുള്ളതാണ്. അവർ ഭൂമിയിൽ സ്വർഗം പണിതവരാണ് ജൂതന്മാർ. അല്ല, അതാണ് അത് മറ്റ് ഒരു ശ്രദ്ധിക്കാത്ത സംശയമുണ്ട്. പല ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധമാണ് ആഘോഷിക്കുന്നത്. കാരണം അല്ല, അവര് ഇപ്പം ട്രംപും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം, അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ബന്ധം നിൽക്കുന്നിടത്തോളം കാലം ഇവർക്കൊക്കെ, ഗൾഫ് രാഷ്ട്രങ്ങൾക്കൊക്കെ ആയാലും മുസ്ലിം രാഷ്ട്രങ്ങളും ഒക്കെ ഇസ്രായേലുമായിട്ട് ബന്ധം തന്നെ വെച്ച് പുലർത്തി പോകും എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്ക എന്തുകൊണ്ടാണ് ഇസ്രായേലുമായിട്ടുള്ള, ഇസ്രായേലിൽ എത്രയോ ശതമാനം ഉണ്ടല്ലോ ജൂതന്മാർ, അതുകൊണ്ട് തന്നെ കൂടിയാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പിന്നെ ജൂതന്മാർ ഈ ലോകത്ത് എത്രത്തോളം അവർ ഈ സ്പേസ് നേടിയിട്ടുണ്ട്, അവരുടെ പിന്നെ തലച്ചോറിൽ നിന്ന് വന്നിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നതും പ്രഗത്ഭന്മാരൊക്കെ തന്നെ ഉള്ളതുമായ ഒരു വംശമാണ് ജൂതവംശം എന്ന് പറയുന്നത്. അതിനെയാണ് എം.എ. ബേബി തകർക്കാനായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ആയുധമൊന്നും കിട്ടാതെ വരുമ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ആലോചിക്കേണ്ട കാര്യം. നെതന്യാഹു കരയുന്ന അവസാനം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് പോലും ഇസ്രായേൽ നൽകിയ പിന്തുണ വലുതാണ്. അങ്ങനെ ഒരു രാജ്യത്തിനെതിരെയാണ് ഈ എം.എ. ബേബി ഉൾപ്പെടെയുള്ളവർ ഇത്തരം പ്രതികരണവുമായി വരുന്നത്. അപ്പോൾ ഈ ചൈനയുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കുമോ എന്തോ നിലപാട്? ചൈനയൊന്നും കുറിച്ചൊന്നും എതിര് പറയാൻ എം.എ. ബേബി അനുവദിക്കുമോ? അവർ പിന്നെ ചൈനയോടൊപ്പം നിലയുറപ്പിച്ച് നിൽക്കുന്ന അവരും കൂടിയല്ലേ ബേബിയും മറ്റുള്ളവരും ഒക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.